രാജ്യത്തിന്റെ മുഖം സംരക്ഷിക്കാനായി സ്വന്തം മുഖം ബലി കൊടുത്ത പോരാളിയാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി. ഇങ്ങനെ പറഞ്ഞാൽ ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാൻ ചാൻസ് ഇല്ല അല്ലേ? പക്ഷേ ഉരുൾപൊട്ടലിൽ മുറിവേറ്റ വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും രക്ഷാപ്രവർത്തനങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന മലയാളിയായ ആ സൈനികൻ മുഴുവൻ സമയവും മുഖാവരണമണിഞ്ഞ് മുറിവേറ്റവർക്ക് തുണയായവൻ, ഇന്ത്യയുടെ മുഖം കുനിഞ്ഞു പോകാതിരിക്കാൻ നടത്തിയ ധീരമായ പോരാട്ടത്തിന്റെ ഫലമാണ് മുഖത്തണിഞ്ഞ ഈ ഒരു തൂവാല. തീവ്രവാദികളുടെ തോക്കുകൾക്ക് ആ മുഖം തകർക്കാൻ കഴിഞ്ഞു. പക്ഷെ രാജ്യസ്നേഹത്തിന്റെ കരുത്ത് നിർമ്മിച്ച ആ മനസ്സ് തകർക്കാൻ കഴിയില്ല. കാശ്മീരിൽ തീവ്രവാദികളുമായി ഏറ്റുമുട്ടി മരണമുഖത്ത് നിന്നും തിരികെ കയറിയ മേജർ ഋഷിയുടെ പോരാട്ട വീരത്തിന്റെ കഥ ആവേശകരമാണ്. റേൾ തുടങ്ങുന്ന അധികം പേരുകൾ മലയാളത്തിലില്ല. അപൂർവമായ ആ അക്ഷരം കൊണ്ട് തുടങ്ങുന്ന പേരുകാരൻ എന്ന് മാത്രമല്ല, അത്യപൂർവമായ പോരാട്ടത്തിന്റെയും തിരിച്ചുവരവിന്റെയും പേരുകൂടിയാണ് മുതുകുളം വടക്ക് മണി ഭവനിൽ ഋഷി എന്ന മേജർ ഋഷി. KSEBയിലെയും എയർ ഇന്ത്യയിലെയും ജോലി ഉപേക്ഷിച്ച് സൈനിക സേവനത്തിന് ഇറങ്ങി പുറപ്പെട്ട ഈ എഞ്ചിനീയറിംഗ് ബിരുദധാരിയുടെ കഥ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഓരോ സൈനികന്റെയും കഥയാണ്. 2017 മാർച്ച് 4 വൈകിട്ട് 5 മണി. മുതുകുളം വടക്ക് മണി ഭവനിലേക്ക് നേരം തെറ്റിയെത്തിയ ടെലിഫോൺ ഗ്രഹനാഥ രാജലക്ഷ്മി എടുത്തു. മറുതലയ്ക്കൽ മകൻ ഋഷി ഇത്ര മാത്രം പറഞ്ഞു: അമ്മേ, ഞാൻ പ്രധാനപ്പെട്ട ഒരു ജോലിക്ക് പോകുന്നു. അമ്മ പ്രാർത്ഥിക്കണം. മണി ഭവനത്തിൽ പിന്നെ മനമുരുകിയ പ്രാർത്ഥനകളുടെ മണിക്കൂറുകൾ. അതേസമയം ദക്ഷിണ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ദ്രാൽ പ്രദേശം ഒരു പോരാട്ടത്തിന് ഒരുങ്ങുകയായിരുന്നു മേജർ ഋഷിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സൈനികർ. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഋഷിക്ക് കമാൻഡിംഗ് ഓഫീസറുടെ സന്ദേശം ലഭിക്കുന്നത്. ദ്രാലിയിലെ ഒരു ഗ്രാമീണ ഭവനത്തിൽ ആയുധധാരികളായ 2 തീവ്രവാദികൾ കടന്നുകൂടിയിരിക്കുന്നു. അല്പം ദൂരെ മറ്റൊരിടത്ത് നാട്ടുകാർക്കായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന് തിരക്കിലായിരുന്നു അപ്പോൾ സൈനിക സംഘം. കാര്യം അറിഞ്ഞ ഉടൻ തന്നെ ക്യാമ്പ് മതിയാക്കി ഉടൻ പോരാട്ട ഭൂമിയിലേക്ക്. പിന്നീട് 12 മണിക്കൂറുള്ള ഏറ്റുമുട്ടൽ. ഋഷിയുടെ നേതൃത്വത്തിൽ സൈനികർ എത്തുമ്പോൾ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. കുറെ ഏറെ തിരച്ചിലിൽ തീവ്രവാദികൾ ഒളിച്ചിരുന്ന വീട് മനസ്സിലാക്കി. ഏറെ ഉയരത്തിൽ 3 നിലയുള്ള വീട്, പാറക്കൂട്ടം നിറഞ്ഞ ഒരു പ്രദേശം, അടുത്തടുത്തായി വേറെയും വീടുകൾ. സൈനിക നീക്കം ദുഷ്കരമാക്കുന്ന ഘടകങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു. ഇവയെല്ലാം മറികടന്ന് മിനിറ്റുകൾ കൊണ്ട് സൈന്യവും പോലീസും വീട് വളഞ്ഞു. വെടിവെപ്പോ സ്ഫോടനമോ വേണ്ടി വന്നാൽ കൂടുതൽ ആളപായം ഉണ്ടാകാതിരിക്കാൻ ഋഷിയും മറ്റു 2 സൈനികരും ചേർന്ന് സമീപത്തെ 2 വീടുകൾ കൂടി ഒഴിപ്പിച്ചു. ആയുധങ്ങളുമായി പുറത്തു വന്ന് കീഴടങ്ങാനുള്ള സൈന്യത്തിന്റെ ആഹ്വാനത്തിന് തീവ്രവാദികളിൽ നിന്ന് അനുകൂല പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല. സൈന്യം ആക്രമണം തുടങ്ങുകയാണെന്ന സൂചന നൽകിയതോടെ വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർ പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. വീടിന്റെ അടുക്കള ഭാഗത്ത് മോട്ടാർ ആക്രമണത്തിലൂടെ സൈന്യം തീയിട്ടു. എന്നിട്ടും തീവ്രവാദികൾക്ക് കുലുക്കമുണ്ടായില്ല. ഇതോടെ വീട് തകർത്തു തീവ്രവാദികളെ വധിക്കാൻ സൈന്യം തീരുമാനിച്ചു. സ്ഫോടനത്തിലൂടെ വീട് തകർക്കുകയാണ് മാർഗം. ഈ ദൗത്യം മേജർ ഋഷി നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. കരിങ്കല്ലുകളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശമായതിനാൽ കാശ്മീരിലെ വീടുകളുടെ അടിത്തറ വളരെ ശക്തമാണ്. അതിനാൽ സ്ഫോടന വസ്തു തറയിൽ വെച്ചാൽ ഉദ്ദേശിച്ച പ്രഹരണ ശക്തി ലഭിക്കണമെന്നില്ല. നേരത്തെ ഒഴിപ്പിച്ച സമീപത്തെ വീടുകളിൽ ഒന്നിൽ നിന്നും ഒരു മേശ സംഘടിപ്പിച്ചു. സ്ഫോടക വസ്തു അതിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചു. പിന്നെ 10 കിലോയുള്ള സ്ഫോടന വസ്തുവുമായി ഏതു നിമിഷവും ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകളും പ്രതീക്ഷിച്ച് മേജർ ഋഷി തീവ്രവാദികൾ ഒളിച്ചിരുന്ന വീടിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്രതീക്ഷിത ഇടത്തായിരുന്നു വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നത്. മുകൾ നിലയിൽ നിലയുറപ്പിച്ച തീവ്രവാദികൾ ഗോണിപ്പടിക്ക് മുകളിൽ നിന്നാവണം വെടിയുതിർത്തത്. ആദ്യ വെടിയുണ്ട ഹെൽമെറ്റിൽ ഉരസി. ഋഷിയുടെ മൂക്ക് തകർത്തു കടന്നുപോയി. രണ്ടാമത്തേതായിരുന്നു കൂടുതൽ മാരകമായി മുറിവേൽപ്പിച്ചത്. താടിയല് തകർത്ത 2ാമത്തെ വെടിയുണ്ട മുഖത്തിന്റെ സ്ഥാനത്ത് അവശേഷിപ്പിച്ചത് രക്തപ്രവാഹവും മാംസകഷ്ണങ്ങളും മാത്രമായിരുന്നു. മുഖത്ത് 2 വെടിയുണ്ടകൾ ഏറ്റതായി ഋഷിക്ക് മനസ്സിലായി. മുറിവുകളും രക്തവും മൂലം ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ ബോധം നശിച്ചിട്ടില്ല. ഇത്രയൊക്കെ വേദന ഉണ്ടായിട്ടും തന്നെ ആക്രമിച്ച ആ ഭീകരനെ തന്നെ കൈകൊണ്ട് കൊലപ്പെടുത്താൻ ഋഷി മറന്നില്ല. 2 ഭീകരവാദികളിൽ ഒരാളെ കൊലപ്പെടുത്താൻ ഋഷിക്ക് സാധിച്ചുവെങ്കിലും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഭീകരവാദി മുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അതേസമയം വെടിയേറ്റ് തന്നെ രക്ഷപ്പെടുത്താനായി കൂടുതൽ സൈനികർ വീടിനകത്തേക്ക് കയറിയാൽ അവർക്കും വെടിയേൽക്കുമെന്ന് മനസ്സിലായ ഋഷി പുറത്തേക്ക് ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. എത്ര ദൂരം ഇഴഞ്ഞുവെന്ന് ഓർമ്മയില്ല. സൈനികർ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കമാൻഡിംഗ് ഓഫീസർ മുന്നോട്ട് ഓടി വന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചു മാറ്റി. പോരാട്ടം നടന്ന ദ്രാലിയിൽ നിന്നും
35 കിലോമീറ്ററോളം ഉണ്ട് ശ്രീനഗറിലെ സൈനിക ആശുപത്രിയിലേക്ക്. അവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ഋഷിയുടെ ഭാര്യ ക്യാപ്റ്റൻ അനുപമ. ഋഷിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായി അനുപമ അറിയുന്നു. ഉള്ളു വിങ്ങുന്ന വേദനയോടെയാണ് അവർ തന്നെയാണ് ആശുപത്രിയിൽ വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയത്. ഒടുവിൽ ഋഷിയുമായി ആംബുലൻസ് ആശുപത്രിയിലെത്തി. അനുപമ ഒന്നേ ആ മുഖത്തേക്ക് നോക്കിയുള്ളൂ. തളർന്ന് താഴെ വീഴുകയായിരുന്നു. അത്ര ഭീകരമായിരുന്നു മുഖത്തിന്റെ അവസ്ഥ. ദ്രാലിയിൽ നിന്നും ശ്രീനഗറിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഡോക്ടർ നിരാശയോടെ തന്നെ നോക്കുന്നതായി ഋഷിക്ക് തോന്നി. സംസാരിക്കാൻ ഋഷിക്ക് കഴിയുന്നില്ല. കൈകൾ ഉയർത്തി ഡോക്ടറോട് ഋഷി പറയാതെ പറഞ്ഞു, എനിക്ക് ഒന്നും സംഭവിക്കില്ല, ഞാൻ അതിശക്തനായി തിരിച്ചു വരിക തന്നെ ചെയ്യും. ശ്രീനഗർ ആശുപത്രിയിൽ ഒരു ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള നിർദ്ദേശത്തെ തുടർന്ന് ഋഷിയെ ന്യൂഡൽഹിയിലെ ആർമി റഫറൽ ആൻഡ് റിസർച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. വിദഗ്ധ ചികിത്സയുടെ ഫലമായി ഋഷി പതിയെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഇതിനിടെ ഡൽഹി പോലീസിന് സംഭവിച്ചൊരു പിഴവ് നാടിനെ നടുക്കി. ഋഷി മരിച്ചുപോയതായി ഇവർ നാടിനെ അറിയിച്ചു. പിന്നീട് ഈ വാർത്ത തെറ്റാണെന്ന് തിരിച്ചറിയുകയും ചെയ്തുവെങ്കിലും പിന്നീട് ഋഷി പൂർണ്ണ ആരോഗ്യവനായി തിരിച്ചു വരാനായിരുന്നു നാടിന്റെ പ്രാർത്ഥന. പിന്നീട് ഏകദേശം 27ഓളം ശസ്ത്രക്രിയകൾ മുഖത്ത് നടത്തിയിരുന്നുവെങ്കിലും താടയെല്ല് തകർന്നതിനാൽ ദ്രവരൂപത്തിലുള്ള ആഹാരമാണ് ഇപ്പോഴും കഴിക്കുന്നത്. വെടിയുണ്ടകൾ സമ്മാനിച്ച വൈരൂപ്യം മറയ്ക്കാൻ തൂവാല കൊണ്ട് മുഖം മറച്ചാണ് ഋഷി ഇപ്പോൾ ആളുകളെ കാണുന്നത്. രാജ്യത്തിന്റെ മുഖം കാക്കാൻ തന്റെ മുഖത്തണിയേണ്ടി വന്ന തൂവാലയോട് ഋഷിക്ക് എന്നും അഭിമാനം മാത്രമേ ഉള്ളൂ. അന്ന് ഋഷിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട മറ്റ് തീവ്രവാദിയെ ഋഷിയുടെ സഹപ്രവർത്തകർ അന്ന് തന്നെ വധിക്കുകയും ചെയ്തിരുന്നു.